ഹൈ നോക്കൂ, വെള്ളം കുടിക്കുന്ന കൂളറിന്റെ ബാക്കിൽ ദാ ഒരു കുഞ്ഞിന് ജന്മവും നൽകി. നല്ല ഉറക്കത്തിലാണ് കുഞ്ഞും അമ്മയും. എന്ത് കഷ്ടം നോക്കിയേ. ഇവൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കി പ്രസവിച്ചുവിടായിരുന്നോ? ഈ കല്ലും തറയിൽ പ്രസവിക്കാതിൻ്റെ അടുത്ത് ആരാടി പറഞ്ഞത് കൊച്ചിന് പാല് കൊടുക്കടി, എൻ്റെ കൊച്ചിന് പാല് കൊടുടി. നമ്മുടെ ഈ പൊന്നിക്കുട്ടിയെ പാലും കുടിക്കാതെയാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ മാമൻ പിടിച്ച് കൊടുക്കുകയാണ് പാല്. കേട്ടോ, കണ്ടോ, പാലൊക്കെ തപ്പി എടുക്കുകയാണ്. കുടിക്കാനൊന്നും അറിയില്ലല്ലോ, 1-2 ദിവസം ആകുമ്പോഴല്ലേ അത് മനസ്സിലാവോട്. അതാ നോക്കിയേ, ഇവക്കാണെങ്കിലേ നല്ല ടയേർഡാണ്, നല്ല ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവൾക്ക് എഴുന്നേൽക്കാൻ തന്നെ വയ്യ. ഒരു മുട്ട കൊണ്ടുവച്ചിട്ടുണ്ട്, അത് വേണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് അവള്. നല്ല ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഈ പൊതുവഴി തന്നെ നിനക്ക് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ നോക്കണോ? എത്രയോ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവരുടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ഈ കേബിൻ്റെ ഒരേ ഭാഗങ്ങൾ. ഇത് കഴിഞ്ഞവർ വേറെ എങ്ങോട്ടും പോകത്തില്ല. വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയി പ്രസവിച്ചാലേ മറ്റുള്ള പൂച്ചക്കുട്ടികൾ ഉപദ്രവിക്കും. ഇതാ ചൊതുക്കി വെച്ച് കിടത്താതെ പാല് കൊടുക്കടി അതിന്. അത് പാലും വിട്ട് മാറിപ്പോയി കേട്ടോ. ഇതാ കാലിഞ്ഞട്ട് ഒതുക്കിയാണ്. എവിടെ ആളെവിടെ? അങ്ങോട്ട് മാറ്റും നിന്റെ തല. ആ കുഞ്ഞിനെ പാല് പിടിച്ച് കൊടുക്കാം. പൊന്നിക്കുട്ടി പാലാണ് കിടന്ന് തപ്പുന്നത്, ഇതുവരെ കിട്ടിയിട്ടില്ല. പാലൊന്നും കുടിക്കാതെ കിടന്നതാണ് കേട്ടോ. ഞാൻ വന്നപ്പോഴങ്ങനെയാണ് കിടന്നത്. പാല് കുടിക്കാൻ കിട്ടണ്ടേ, എപ്പോഴേ തപ്പി പിടിക്കുന്നതെന്നറിയോ? ഇതാ നീന്തി കയറി പോകുന്നു. ആ അമ്മ കണ്ടോ കഴുത്തും കൊണ്ടുവരുന്നത്. ഞാൻ കുഞ്ഞിനെ ചെന്ന് എടുക്കുമ്പോഴേ എൻ്റെ കൈ കണ്ടാൽ അവളെ തടവാൻ വേണ്ടിയിട്ട് തലയും കൊണ്ട് വരികയാണ്. ഇവള് നേരെ കിടന്നാലല്ലേ ആ കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റുമോ? എന്തു പറയാനാണ്. നോക്കിയേ, ആ തലയിട്ട് കാണിക്കുന്ന വേലകൾ കണ്ട. ഒന്ന് നേരെ കിടക്കടി, ആ കുഞ്ഞൊന്ന് പാല് കുടിച്ചോട്ട്. നീ തലയിട്ട് ഉരച്ചതൊക്കെ മതി. ഓ, സ്നേഹത്തിൻ്റെ ഒരു കളി തന്നെയല്ലേ. ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് ഈ മിണ്ടായിരിക്കുന്നത് കേട്ടോ. ഇവളുടെ ക്ഷീണങ്ങളൊക്കെ വിട്ടു മാറിയല്ലേ ഇവൾ തന്നെ സേഫായ സ്ഥലത്ത് കുഞ്ഞിനെ കൊണ്ട് പോകും. ഇപ്പം അവൾക്ക് എഴുന്നേക്കാനൊന്നും വയ്യാത്തൊരു ടയേർഡ് കാരണമാണ് കിടക്കുന്നത് അങ്ങനെ കേട്ടോ. അവൾക്ക് തന്നെ അറിയാം ഇതൊരു ഓപ്പൺ ഏരിയയാണ്, ആളും പേരൊക്കെ എപ്പോഴും വരുന്നതാണ്. വെള്ളം കുടിക്കാൻ തന്നെ കൂളറിൻ്റെ ഭാഗത്ത് ആൾക്കാർ എപ്പോഴും വരുന്നതാണ്. അങ്ങനെ അവളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. അങ്ങനെ അവൾ ഇവിടെ തന്നെ ജന്മം നൽകി പ്രസവിച്ചു. ഇതാ ആ കുഞ്ഞിനാണെങ്കിൽ ഇതുവരെ പാല് കിട്ടാതെ കിടന്ന് വിഷമിക്കുകയാണ്. ഇതെന്തായാലും അതിന് പാല് പിടിച്ച് കൊടുത്ത് കുടിക്കട്ടത്. ആ പാല് കണ്ടുപിടിക്കാനല്ലേ പാട്. എൻ്റെ തമ്പാട്ടി നേരെ കിടന്ന് കുഞ്ഞിന് കൊടു പാല്. ഇതാ കുഞ്ഞ് കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊന്നുമോള് ഇതാ പാല് കുടിക്കുന്നുണ്ട്. പെൺകുട്ടിയെ ആൺകുട്ടിയെന്ന് അറിയില്ല. അങ്ങനെ പാലൊക്കെ കുടിക്കുകയാണ് സുന്ദരി. ഇതാ നോക്കിയേ, ആകെ ഒരാളേ ഉള്ളൂ അല്ലേ. ഒരാളും കൂടെ 2 പേരുണ്ടായിരുന്നെങ്കിലേ കൊള്ളാമായിരുന്നു. ഇത് കണ്ടിട്ടേ നമ്മുടെ പളനിയാണോ അച്ഛൻ? പളനിയുടെ അതേ കളറൊക്കെ ആണല്ലോ. അങ്ങനെ അവളുടെ ഉറക്കം കണ്ടോ. ആ കുഞ്ഞ് പാല് കുടിക്കുന്നു. കുഞ്ഞ് കയ്യൊക്കെ ഇട്ട് പിടിക്കുന്ന പിടുത്തം കണ്ടോ. ആ കല്ലൊക്കെ ചവിട്ടി പൊട്ടിക്കൂ. ഓക്കെ, കാണിക്കുന്ന വേല കണ്ടോ. ഒരു എതക്കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. പൊന്നി കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരാൾ കൂട്ടിരുന്നിട്ട് വല്ല വിചാരം കാണൂ, വല്ലതും അറിയാൻ പറ്റൂ. പാലും കുടിച്ചിരുന്ന പൊന്നിയുടെ വായിന്ന് പാലൊക്കെ പോയി. അടുത്ത തപ്പൽ ദാ മറിഞ്ഞു വീണു. ഇനി അങ്ങോട്ടെടുത്താക്കി കൊടുക്കാം. ഓ, ഇങ്ങനെയൊക്കെ ഒന്നും കിടന്ന് വിളിക്കല്ലേ എൻ്റെ പൊന്നോ. കുടിച്ചോ കുടിച്ചോ, കുടിച്ച് പെട്ടെന്ന് കണ്ണ് തുറന്ന് വാ, മാവന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാൾ കാവൽ തന്നെ ഇരിക്കണമല്ലോ. പൊന്നിക്കുട്ടി, മോക്ക് പാല് കിട്ടുന്നില്ലേ? പിടി കിട്ടി കഴിഞ്ഞാൽ വിടല്ലേ, കുടിച്ച് വയറ് നിറയ്ക്കണേ. അമ്മയ്ക്ക് അങ്ങോട്ടങ്ങോട്ടൊക്കെ പോണ്ടേ. വീണ്ടും വിളി ഉടങ്ങിയല്ലോ. മാറ്റടി കാല്. അയ്യോ എൻ്റെ കൊച്ച് വീണേ. പാല് തരാം പാല് തരാം, കുടിച്ചോടേ, ഇപ്പം തരാം. കുടിച്ചോ കുടിച്ചോ, പിടിവിടല്ലേ. ഇതുപോലെ നേരിൽ കാണുമെന്നേ മനസ്സിൽ പോലും വിചാരിച്ചില്ലേ. എന്തായാലും സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനിയും ഇവരുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, ബൈ.